ഒരു ഷെയ്ഖ് സാദ് മോസ്കിന്റെ ഓപ്പോസിറ്റ് വിസിറ്റേഴ്സ് സെന്റർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമുണ്ട്. അതിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. കണ്ടില്ല, എൻ്റെ പുറകിൽ ഈ മോസ്കിന്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ മെയിനായിട്ട് ഇവിടെ വന്നിരുന്നത് സ്റ്റേഡിയം പോലെയാണ് ഉണ്ടാക്കിയത്, ഒരു ഓപ്പൺ സ്റ്റേഡിയം പോലെ ഉണ്ടാക്കിയത്. ഇവിടെ വന്നിരുന്ന് നമുക്ക് ഫോട്ടോ എടുക്കാനും അതേപോലെ വളരെ റിലാക്സ് ചെയ്തിരുന്ന് ഈ മോസ്കിന്റെ സൗന്ദര്യം ആസ്വദിക്കാനുള്ള ഒരു സെറ്റപ്പ് കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു കുറേ ആൾക്കാർ മോസ്ക് ഒക്കെ എടുക്കുന്നുണ്ട്, ഇവിടെ എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് ഇവിടെ ഈ മോസ്കിന്റെ സൗന്ദര്യം ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കാം. ഇവിടെ ഇത് വളരെ റിലാക്സിംഗ് ആണ്. അതിൻ്റെ ഫ്രണ്ടിൽ ഉണ്ട് അവിടെ ഇങ്ങനെ കുറച്ച് വളരെ നൈസായിട്ട് ഇങ്ങനെ വെള്ളം ഒഴുകുന്ന പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് അതിൻ്റെ റിഫ്ലക്ഷൻസ് വരുന്നത് വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലം. അപ്പോൾ ഇതിനകത്തോട്ട് ഇനി പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ റൗണ്ട് അബൌട്ടിൽ നിന്ന് കുറച്ച് ഡ്രൈവ് ചെയ്ത് പോകണം. ഇത് റോഡിൻ്റെ ഒരു ഈ സൈഡിലാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള നോക്കാം. ഇനി നിങ്ങൾക്ക് ഒരു വ്യൂ കൂടി കാണിച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കും. എന്നുണ്ട് പൊളിയല്ലേ? ഇവിടെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇതായിരിക്കും നമ്മുടെ. അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് വിസിറ്റേഴ്സ് സെൻറ്റർ. അപ്പോൾ ഇവിടെ നിന്ന് എന്തൊക്കെയാണ് വ്യൂസ് എന്നുള്ളത് കാണാം. ഇവിടെ തന്നെ മുകളിലോട്ട് ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത് കണ്ടില്ലേ, വിസിറ്റേഴ്സ് സെൻറ്റർ. ഇതിനകത്ത് നിന്ന് ഇങ്ങനെ സ്റ്റെപ്പ് കൊടുത്തിട്ട് ഇവിടെ നിന്നൊരു വ്യൂ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ജസ്റ്റ് അവിടെ എന്തൊക്കെയാണ് സെറ്റപ്പ് എന്നുള്ളതൊക്കെ. നമ്മുടെ മോൻ കൂടിയൊക്കെ കാണാം ആശമാരെ. നമ്മുടെ വീഡിയോ അല്ലേ, നമ്മളെല്ലാവർക്കും വേണ്ടിയിട്ട് കാണിക്കുന്നതല്ലേ, അപ്പോൾ ഇടയ്ക്ക് നമ്മളെയും കാണുന്നത് നല്ലതല്ലേ. ഓക്കെ, ഇവിടെയും ഇതേപോലെ തന്നെ ആൾക്കാർക്ക് വന്ന് ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെയാണ് അവർ ചെയ്തിട്ടുള്ളത്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ മുകളിൽ നിന്നും ഒരു അമേസിങ് വ്യൂ ഒക്കെ ഉണ്ട് ഇവിടെ. ഓക്കെ, കാണിക്കട്ടെ. നമ്മുടെ മ്യൂസിക് തന്നെ കേട്ടോ, കോപ്പിറൈറ്റ് ഒന്നും വരാൻ പാടില്ല. നമ്മൾ പുറത്തുനിന്നുള്ളൊരു വ്യൂ കണ്ടു, ഇനി അകത്തുനിന്ന് എന്തോരം ക്യാപ്ചർ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, പൊന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് പാർക്ക് ചെയ്തു കേട്ടോ. അവിടെ പുറകിൽ നമ്മളിങ്ങനെ പാർക്ക് ചെയ്തു. അപ്പോൾ അതേപോലെ തന്നെ കുറച്ച് ദൂരം പാർക്കിങ് കഴിഞ്ഞിട്ട് കണ്ടില്ല, ഇത്രയും ദൂരത്തിലേക്ക് നമ്മൾ നടന്നു പോകണം. ഇവിടെ നിന്നിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്നു പോകണം. ഇപ്പം നിങ്ങൾ ഇവിടെ കണ്ടില്ല ഈ ഒരു ഗോപുരം പോലെയുള്ള സെറ്റപ്പ്, അതിനകത്ത് കൂടെ വഴിയുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. അതേപോലെ തന്നെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ, 2 വിസിറ്റേഴ്സ് പാർക്കിങ്ങിൻ്റെ ഏരിയയിൽ നിന്നും അങ്ങോട്ടുള്ളതുണ്ട്. ഇവിടെ ഒരെണ്ണം, അതേപോലെ തന്നെ അങ്ങ് ദൂരെ കാണുന്ന കണ്ടോ, അവിടെ ഒരെണ്ണം ഉണ്ട്. അപ്പോൾ ഇത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തിട്ടുള്ളതല്ലേ, ഭയങ്കര രസമല്ലേ കാണുമ്പോൾ. ഭയങ്കര പാർക്കിംഗ് ഏരിയയും ഗാർഡൻസും ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ നമുക്ക് ഇതിനകത്തൂടെ പോയി നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ക്യാമറ ഫോട്ടോ എടുക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. ലെറ്റ്സ് സീ. ഭയങ്കര എക്കോ ആട്ടോ ഇതിനകത്ത്. നമ്മളിപ്പോൾ എലിവേറ്റർ എടുത്ത് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് സെറ്റപ്പ് അല്ലേ, മുകളിലോട്ട് ബ്യൂട്ടിഫുൾ. ഓക്കെ, മാസ്ക് ഇടാതെ ഒരു പരിപാടി നടക്കില്ല കേട്ടോ. ഫുഡ് കോർട്ട്, ഒരു ഫുഡ് കോർട്ട്.
നമ്മൾ വിചാരിച്ച പോലെയല്ല. ഇവിടെ വന്നിട്ട് അവിടെ ഒരു QR കോഡ് വെച്ചിട്ടുണ്ട്. അത് സ്കാൻ ചെയ്തിട്ട് നമ്മളുടെ ഡീറ്റെയിൽസ്, എൻട്രി ടൈം അതെല്ലാം അതിനകത്ത് കൊടുക്കണം. അതിനുശേഷം ആ QR കോഡ് നമ്മുടെ ഫോണിൽ വരും. അത് ആക്സസ് പാസ് ആയിട്ട് ഇവിടെ കാണിച്ച് ഫുൾ സ്കാൻ ചെയ്ത് എന്തെങ്കിലും ഹാംഫുൾ ആയിട്ടുള്ള ലൈറ്റർ, അതേപോലത്തെ നൈഫ്, അതേപോലത്തെ ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ച് നമ്മളതിനകത്തോട്ട് കടത്തി വിടുന്നത്. അപ്പോൾ ഇത് ടോളറൻസ് പാത്ത് എന്നാണ് നമ്മളിപ്പോൾ നടന്നു പോകുന്ന പാത്ത് അറിയുന്നത്. അപ്പോൾ അതിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ടോളറൻസ് പാത്ത്. അത്യാവശ്യം കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. പിന്നെ ഫ്ലാറ്റ് എലിവേറ്റേഴ്സ് ഉള്ള കാരണം അത് കൂടെ സുഖമായിട്ട് ഇങ്ങനെ പോകുന്നു. അല്ലെങ്കിൽ കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. ഇവിടെ രണ്ട് സൈഡിലും ഈ വാൾസിൻ്റെ രണ്ട് സൈഡിലായിട്ട് കണ്ടിട്ടില്ലേ, ഇവിടെ എന്തൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മാർബിൾസ്, മൊസൈക്സ്, കാർപ്പറ്റ്സ്, ലൈറ്റ്സ്, ഗ്ലാസ് ഡോംസ്, ഇതിൻ്റെയൊക്കെ കുറിച്ചിട്ടുള്ള ഒരു അതിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡിന് വേണ്ടിയിട്ട് അതിൻ്റെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും വലിയൊരു എലിവേറ്റർ കൂടെ മുകളിലേക്ക് ചെല്ലണം. ഇപ്പം നമ്മൾ അണ്ടർഗ്രൗണ്ടിലൂടെ ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഇത്രയും വലിയ എലിവേറ്റർ കൂടെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും ദൂരം നമ്മൾ മുകളിലോട്ട് വന്നു. നല്ല ഹൈറ്റിലോട്ടാണ് വരുന്നത്. നമ്മൾ കയറി വരുമ്പോഴുള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത് കേട്ടോ. പൊള്ളി വ്യൂ ആണ്. എൻ്റെ മോസ്കിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തുന്നു. അവിടെ ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഭയങ്കര രസമായിട്ടുള്ളൊരു വ്യൂ. ഇവിടെ എന്താ പറയുക, പാം ട്രീസൊക്കെ ഉണ്ട് കാര്യങ്ങൾ. ഇങ്ങനെ ഒരു റൗണ്ട് 360 വ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ കയറി വന്ന സ്ഥലം, നമ്മളെ മുകളിലോട്ട് എത്തിയ സ്ഥലം. കണ്ടില്ലേ, ഇങ്ങനെ വളരെ വലിയതായിട്ട് വിസ്തൃതിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. ലെറ്റ്സ് സീ, നമുക്ക് മോസ്കിൻ്റെ ഉള്ളിലോട്ട് പോകണം. സൂപ്പറല്ലേ, ഭയങ്കര ആംബിയൻസ്, പൊള്ളിയാണ്. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് പോയിട്ട് ഇതിനകത്ത് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നോക്കണം. പക്ഷേ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പ്രഷ്യസ് ആയിട്ടുള്ള മാർബിളും അതേപോലെ മൊസൈക്സും സ്റ്റോൺസും ഗ്ലാസസ്, പിന്നെന്താ ഞാൻ പറഞ്ഞില്ല, കാർപ്പറ്റ്സ് വരെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് പറയണം. കാണാം. ഓക്കെ, ഈ കാണുന്ന എൻട്രൻസിൽ കൂടെയാണ് നമ്മൾ അകത്തോട്ട് പോകാൻ പോണേ. ഇത് പൊളിക്കണ്ട, നോക്കിക്കോ.
ഈ കാണുന്നത് കണ്ടില്ലേ, അതാണ് ഇവിടെ മെയിനായിട്ട് ഉള്ള സെറ്റപ്പുകൾ. എന്താണെന്ന് ഇപ്പോൾ വായിക്കാൻ പറ്റുന്നുണ്ടാവില്ല അല്ലേ? ഇപ്പോൾ വായിക്കാൻ പറ്റുന്നില്ലേ? സൗത്ത് റെവല്യൂഷൻ മെയിൻ പ്രയർ ഹോൾ ഓഫീസസ്. ഈ പില്ലേഴ്സ് കണ്ടില്ലേ, ഈ പില്ലേഴ്സാണ് ഇവിടുത്തെ വളരെ എന്താ പറയുക സ്പെഷ്യൽ മാർബിൾസും അതേപോലെ ടൈൽസും വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പാം ട്രീസിനെ റിസംബിൾ ചെയ്യുന്ന രീതിയിലാണ് ഇവിടുത്തെ ഈ പില്ലേഴ്സ് ചെയ്തിട്ടുള്ളത്. തൗസൻഡ്സ് ഓഫ് പാം ട്രീസ് നിൽക്കുന്ന പോലെയാണ് നമുക്ക് നോക്കുന്നത്. കണ്ടില്ല, പുറകിലോട്ടും ഫ്രണ്ടിലോട്ടും ഇവിടേക്ക് പോയാലും പില്ലേഴ്സാണ് മെയിനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ പില്ലേഴ്സിനകത്തൂടെ നമുക്ക് നടന്ന് പോവാം. നടന്ന് പോയിട്ട് മെയിൻ ഡോമിൻ്റെ അവിടെ എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ നോക്കാം. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا
ഇത് നേരിട്ട് കാണുമ്പോൾ ഒരു അനുഭവം ഉണ്ടല്ലോ, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ശരി, സോ ഇവിടെ മാസ്ക് ഇടാതെ സംസാരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് മാസ്ക് ഇട്ടുകൊണ്ട് സംസാരിക്കുന്നത്. ഈ കാണുന്ന ഒരു കാഴ്ച ഉണ്ടല്ലോ, നേരിട്ട് കാണുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതേപോലത്തെ ഒരു പ്ലസൻറ്റ് ഫീലിംഗ് ആണ്, അത്ഭുതം. ആദ്യത്തെ ഒരു കാഴ്ചയിൽ ഒരു ഞെട്ടലാണുള്ളത്. ഓക്കെ, അവസരം കിട്ടുമ്പോൾ വന്ന് കാണുക. അപ്പോൾ നമ്മുടെ ഗ്രാൻഡ് മോസിലെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, എന്തെങ്കിലും നിർദ്ദേശങ്ങളോ കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.